ഇപ്പോൾ നിങ്ങളുടെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ജപമാല നിങ്ങളുടെ വീട്ടിലെ വിശദീകരിക്കാനാകാത്ത പിരിമുറുക്കത്തിന്റെ ഉറവിടമായിരിക്കാം. ഇത് അന്ധവിശ്വാസമോ ഭയപ്പെടുത്തലോ അല്ല. നമ്മിൽ മിക്കവർക്കും കാണാൻ കഴിയാത്തത് കാണാൻ കഴിയുന്ന സെന്റ് പാദ്രെ പിയോയിൽ നിന്നാണ് ഇത് നേരിട്ട് വരുന്നത്. പാദ്രെ പിയോ അസാധാരണമായ ആത്മീയ സമ്മാനങ്ങളുള്ള കളങ്കപ്പെടുത്തുന്ന വിശുദ്ധൻ നമുക്ക് മുന്നറിയിപ്പ് നൽകി. പ്രത്യേകിച്ച് 3 പ്രത്യേക നിറങ്ങളിൽ ചില ജപമാലകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർ ദൈവിക സംരക്ഷണത്തേക്കാൾ നെഗറ്റീവ് സ്വാധീനങ്ങൾക്ക് ആത്മീയ വഴികളായി പ്രവർത്തിക്കും. ഇത് പലപ്പോഴും ഭയപ്പെടുത്തുന്നതാണ്. ഏത് കളർ പാദ്രെ പിയോ മുന്നറിയിപ്പ് നൽകിയെന്ന് ഇന്ന് ഞാൻ കൃത്യമായി വെളിപ്പെടുത്താൻ പോകുന്നു. എന്തുകൊണ്ടാണ് ഈ നിരപരാധിയെന്ന് തോന്നുന്ന പ്രാർത്ഥനാമണികൾ നിങ്ങളുടെ വീടിനെ ബാധിച്ചേക്കാം? മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾക്കിടയിലും കത്തോലിക്ക ഭവനങ്ങളിൽ ഇത് കൂടുതൽ സാധാരണമായി കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പരാമർശിക്കുന്ന 3 തരങ്ങൾ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ കോണിൽ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതെന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ? പാദ്രെ പിയോ പഠിപ്പിക്കുന്നതായി നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക. ജപമാലയുടെ യഥാർത്ഥ ശക്തിയെക്കുറിച്ചും ഈ ശക്തി അതിനെ ആത്മീയ വികലമാക്കാനുള്ള ലക്ഷ്യമാക്കുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ കൂടുതൽ ആഴത്തിൽ കൊണ്ടുപോകട്ടെ. ജപമാല കേവലം കൊന്തകളുടെ കുത്ത് മാത്രമല്ല, ആത്മാർത്ഥമായ ഭക്തിയോടെ ഉപയോഗിക്കുമ്പോൾ അത് ഒരു അഗാധമായ ആത്മീയ ആയുധമാണ്. അത് നമ്മെ നേരിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിലേക്കും അവളിലൂടെ ക്രിസ്തുവിലേക്കും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ശക്തമായ പ്രാർത്ഥനാ ശൃംഖല സൃഷ്ടിക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക്കിന് ഇത് വെളിപ്പെട്ടതിനാൽ പാദ്രെ പിയോ തത്വമനുസരിച്ച് മതപരമായ വസ്തുക്കൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ഫാഷൻ ആക്സസറികളായോ അലങ്കാരവസ്തുക്കളായോ വിൽക്കുന്ന നമ്മുടെ ആധുനിക ലോകത്ത് വിശുദ്ധമായി തോന്നുന്നതെല്ലാം യഥാർത്ഥത്തിൽ പവിത്രമല്ല. ഈ മുന്നറിയിപ്പ് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ന് പല കത്തോലിക്കരും ആത്മീയ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കാതെ വ്യത്യസ്ത നിറങ്ങളുടെയും ഡിസൈനുകളുടെയും ജപമാലകൾ ശേഖരിക്കുന്നു. കൂദാശകൾ കേവലം ഉപാധികളല്ലെന്ന് നാം ഓർക്കണം. അവ നമ്മുടെ വിശ്വാസത്തിന്റെയും കൃപയുടെയും ചാലകമാണ്, ശരിയായി അനുഗ്രഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ. നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പാദ്രെ പിയോ മുന്നറിയിപ്പ് നൽകിയ 3 പ്രത്യേക തരങ്ങളെക്കുറിച്ചും അവരുടെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയാത്ത വിധത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ആത്മീയ ക്ഷേമത്തെ ബാധിച്ചേക്കാമെന്നും നമുക്ക് പര്യവേക്ഷണം ചെയ്യാം. ആദ്യത്തെ ഇനം പൂർണ്ണമായും കറുത്ത ജപമാലയാണ്. അതേസമയം കറുപ്പിന് കത്തോലിക്ക പാരമ്പര്യത്തിൽ വിലാപത്തെയും അനുതാപത്തെയും പ്രതീകപ്പെടുത്താൻ കഴിയും. ഈ നിറം വിവിധ നിഗൂഢവുമായ ആചാരങ്ങൾക്കും ഉപയോഗിച്ചിരിക്കുന്നു. പല കറുത്ത ജപമാലകളും പ്രത്യേകിച്ച് വിശ്വാസയോഗ്യമായ മതസ്രോതസ്സുകളിൽ നിന്ന് സമ്പാദിക്കാത്തവ മുമ്പ് ക്രിസ്ത്യൻ വിശ്വാസത്തിന് വിരുദ്ധമായ ആചാരങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായി പാദ്രെ പിയോ ശ്രദ്ധിച്ചു. ഈ സ്വാധീനം തിരിച്ചറിയാൻ പാദ്രെ പിയോയെ അനുവദിച്ച ആത്മീയ സംവേദനക്ഷമത അവബോധമായിരുന്നില്ല. അത് വിവേചനത്തിന്റെ അഗാധമായ സമ്മാനമായിരുന്നു. അത് പലരും സാക്ഷ്യം വഹിച്ചു. ക്രിസ്ത്യൻ വിശ്വാസത്തിന് വിരുദ്ധമായ ശക്തികൾ പ്രകടിപ്പിക്കുന്ന ചടങ്ങുകളിൽ ഉപയോഗിച്ചിരുന്ന കറുത്ത ജപമാലയെ തിരിച്ചറിയാൻ ഈ സമ്മാനം അവനെ അനുവദിച്ചു. ഈ വസ്തുക്കൾ മറ്റുള്ളവർക്ക് സമാധാനപരമായി സാധാരണമായി കാണപ്പെടുമ്പോഴും, പ്രത്യേകിച്ച് പാദ്രെ പിയോയെ സംബന്ധിച്ചിടത്തോളം കറുത്ത ജപമാല നിറം തന്നെ ആയിരുന്നില്ല. എന്നാൽ ആത്മീയ ഊർജങ്ങളെ ആഗിരണം ചെയ്യുകയും മറക്കുകയും ചെയ്യുന്നതിനാൽ ഈ നിറം പ്രത്യേക ഗ്രൂപ്പുകൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? നിഷേധാത്മകമായ ആത്മീയ ആചാരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ കറുത്ത വസ്തുക്കൾ പ്രാരംഭ ആചാരങ്ങൾ അവസാനിച്ചതിന് ശേഷവും സജീവമായി തുടരുന്ന സ്വാധീനങ്ങളുടെ ശേഖരങ്ങളായി മാറുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. രണ്ടാമത്തേത് രക്തചുവപ്പ് ജപമാലയെ സംബന്ധിച്ചുള്ളതാണ്. ചുവപ്പ് പരമ്പരാഗതമായി ക്രിസ്തുവിന്റെയും രക്തസാക്ഷികളുടെയും രക്തത്തെ കത്തോലിക്ക പ്രതീകാത്മകതയിൽ പ്രതിനിധീകരിക്കുന്നു. ചില തീവ്രമായ ചുവന്ന ജപമാലകൾക്ക് ഈ പവിത്രമായ അർത്ഥത്തെ വളച്ചൊടിക്കുന്ന രക്ത ആചാരങ്ങളുമായും ബന്ധമുണ്ട്. പാദ്രെ പിയോയ്ക്ക് അനുയോജ്യമായ ചുവന്ന ജപമാലകളും അസ്വസ്ഥമാക്കുന്ന ആത്മീയ സ്വാധീനം വഹിക്കുന്നവയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. നിറം തന്നെ അന്തർലീനമായ പ്രശ്നമല്ലെന്ന് പാദ്രെ പിയോ വിശദീകരിക്കുന്നു. ചില ചുവന്ന ജപമാലകൾ ക്രിസ്ത്യൻ പാരമ്പര്യത്തിന് പുറത്തുള്ള രക്തപാക്കുകളോ പ്രാർത്ഥനകളോ ഉൾപ്പെടുന്ന ആചാരങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ് പ്രധാനം എന്നത് വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഉപയോഗത്തിനും പിന്നിലെ ഉദ്ദേശ്യമായിരുന്നു.
ഈ വസ്തുക്കൾ പിന്നീട് അനുഗ്രഹിക്കപ്പെട്ടാലും സമാധാനപരമായ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന ആത്മീയ അവശിഷ്ടങ്ങൾ നിലനിർത്താൻ കഴിയും. രക്തചുവപ്പ് ജപമാലകളുമായി ബന്ധപ്പെട്ട ആത്മീയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പാഡ്രെ പിയോ നിരവധി ഭക്തരെ നേരിട്ടു. പുരാതന ചുവന്ന ജപമാല സമ്മാനമായി ലഭിച്ചതിന് ശേഷം ഒരു കുടുംബത്തിന് അസാധാരണമായ അഭിപ്രായവ്യത്യാസമുണ്ടായത് ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. മുമ്പ് സൗമ്യനും ക്ഷമാശീലനുമായ പിതാവ് സ്വഭാവമില്ലാത്ത കോപം അനുഭവിക്കാൻ തുടങ്ങി. അവരുടെ കൗമാരക്കാരനായ മകന് കടുത്ത ഉറക്കമില്ലായ്മ അനുഭവപ്പെട്ടു. അതേസമയം അവരുടെ ഇളയ കുട്ടി വീടിന്റെ ചില മുറികളിലേക്ക് കടക്കാൻ ഭയപ്പെട്ടു. അവർ പാദ്രെ പിയോയെ സമീപിച്ചപ്പോൾ ഉടൻ തന്നെ അവരുടെ പൂജാമുറിയിൽ തൂങ്ങിക്കിടക്കുന്ന ചുവന്ന ചങ്ങലയെക്കുറിച്ച് അന്വേഷിച്ചു. അവരുടെ ബലിപീഠത്തിൽ അലങ്കാര ഘടകമായി അവർ അലങ്കരിച്ച ചുവന്ന ജപമാല തൂക്കിയിട്ടത് അമ്മ ഞെട്ടിപ്പോയി. ഈ പ്രത്യേക ജപമാല ആചാരങ്ങളിൽ കത്തോലിക്ക പ്രാർത്ഥനകളും മറ്റ് സ്ഥാപനങ്ങളോടുള്ള അഭ്യർത്ഥനകളും കലർത്തി അവരുടെ വീട്ടിലെ അന്തരീക്ഷത്തെ ബാധിക്കുന്ന ആത്മീയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായി പാഡ്രെ പിയോ വിശദീകരിച്ചു. അത് നീക്കം ചെയ്യുകയും അവരുടെ വീട് അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവരുടെ കുടുംബത്തിൽ സമാധാനം തിരിച്ചെത്തുന്നുവെന്ന് കുടുംബം അറിയിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ മൂന്നാമത്തെ വിഭാഗത്തിൽ ക്രിസ്ത്യാനികളല്ലാത്ത പാരമ്പര്യങ്ങളിൽ നിന്നുള്ള അമ്യൂലറ്റുകളോ താലിസ്മാനോ അനുകരിക്കുന്ന പാരമ്പര്യേതര വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച ബഹുവർണ്ണ ജപമാലകൾ ഉൾപ്പെടുന്നു. കണ്ണുകളോട് സാമ്യമുള്ള മുത്തുകളുള്ള ജപമാലകൾ, ക്രൂശീകരണത്തിനുള്ളിൽ ഉൾച്ചേർത്ത അസാധാരണ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം ആത്മീയ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള ഘടകങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഹൈബ്രിഡ് ജപമാലകൾ പാദ്രെ പിയോ ആത്മീയ ആശയക്കുഴപ്പം എന്ന് വിളിച്ചതിനെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ ആത്മീയ ഇലക്ട്രിസിസത്തിന്റെയും വൻതോതിലുള്ള ഉൽപ്പാദനത്തിന്റെയും കാലഘട്ടത്തിലെ പൊരുത്തമില്ലാത്ത ആത്മീയ ആചാരങ്ങളിൽ നിന്നുള്ള ഘടകങ്ങളുമായി ആധികാരിക കത്തോലിക്ക ഭക്തി സമന്വയിപ്പിക്കുന്ന വസ്തുക്കൾ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആത്മീയത അല്ലെങ്കിൽ സാർവത്രിക പ്രാർത്ഥനാ മുത്തുകൾ എന്ന നിലയിൽ ഈ ജപമാലകൾ കൂടുതലായി വിപണനം ചെയ്യപ്പെടുന്നു. ഈ മൂന്നാമത്തെ വിഭാഗം പ്രത്യേക വെല്ലുവിളികൾ അവതരിപ്പിക്കുന്നു. കാരണം ഇത് പലപ്പോഴും പരിശീലിപ്പിക്കപ്പെടാത്ത കണ്ണുകൾക്ക് ദോഷകരമോ പോസിറ്റീവായതോ ആയി തോന്നും. ഈ ജപമാല പ്രാർത്ഥനയുടെ സ്വഭാവത്തെക്കുറിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന് പാഡ്രെ പിയോ മുന്നറിയിപ്പ് നൽകി. ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ പ്രാർത്ഥനകൾ കൃപയുടെ ഒരു പ്രത്യേക ചാനലിലൂടെ ദൈവത്തിലേക്കാണ് നയിക്കുന്നത്. പ്രാർത്ഥനാ ഉപകരണങ്ങൾ ഒന്നിലധികം ആത്മീയ വ്യവസ്ഥകളിൽ നിന്നുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ദൈവവുമായി അടിസ്ഥാനപരമായി വ്യത്യസ്തമായ ധാരണകളോടെ ദൈവവുമായുള്ള ആശയവിനിമയത്തിന്റെ വ്യക്തമായ ചാനലിൽ ആത്മീയ സ്ഥിരമായ ഇടപെടൽ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും. ആധുനിക ആത്മീയ മാർക്കറ്റ് സ്ഥലങ്ങൾ ഓൺലൈനിലും ഫിസിക്കൽ ലൊക്കേഷനുകളിലും ഈ ഹൈബ്രിഡ് പ്രാർത്ഥന മുത്തുകൾ കൂടുതൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ചരിത്രമൊന്നും പരിഗണിക്കാതെയുള്ള ഒരു വസ്തുവിനും ദൈവകൃപയേക്കാൾ വലിയ ശക്തിയില്ലെന്നും പാഡ്രെ പിയോ ഊന്നിപ്പറഞ്ഞു. ശല്യപ്പെടുത്തുന്ന ചരിത്രപരമായ ജപമാലകൾ പോലും പള്ളികളുടെ അനുഗ്രഹങ്ങളിലൂടെ ശരിയായി പുനർനിർമ്മിക്കാനാകും. ചില സന്ദർഭങ്ങളിൽ ആത്മീയ വിവേകത്തിന്റെ ഒരു വിഷയമായി അവ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാൻ അദ്ദേഹം ശുപാർശ ചെയ്തു. ജപമാലകളുടെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പാദ്രെ പിയോയുടെ ഈ മുന്നറിയിപ്പുകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പഠിപ്പിക്കലുകൾ ഓർമ്മിക്കാം. യഥാർത്ഥ സംരക്ഷണം വസ്തുക്കളിൽ നിന്നല്ല, മറിച്ച് ആത്മാർത്ഥമായ വിശ്വാസത്തിൽ നിന്നും ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്നുമാണ്. ശരിയായി ഉപയോഗിക്കുമ്പോൾ ജപമാല പ്രാർത്ഥനയ്ക്കുള്ള ശക്തമായ ഉപകരണമാണ്. എന്നാൽ അത് ഹൃദയത്തിന്റെ ഉദ്ദേശ്യങ്ങളിൽ നിന്നുള്ള ശക്തിപ്രവാഹമാണ്, മുത്തുകളിൽ നിന്ന് തന്നെയല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വിവേചനാധികാരം നാം നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളിലും വ്യാപിക്കുന്നുവെന്ന് മനസ്സിലാക്കണമെന്ന് പാഡ്രെ പിയോ ആഗ്രഹിച്ചു. കറുപ്പ്, ചുവപ്പ്, ഒന്നിലധികം നിറങ്ങളിലുള്ള ജപമാലകൾ പ്രാധാന്യമർഹിക്കുന്നതിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നിറങ്ങളിലോ മെറ്റീരിയലുകളിലോ ഉള്ള അന്തർലീനമായ തിന്മ കൊണ്ടല്ല, മറിച്ച് അവ എങ്ങനെ ഉപയോഗിച്ചിരിക്കാം അല്ലെങ്കിൽ അവ സൃഷ്ടിക്കപ്പെട്ട ഉദ്ദേശ്യങ്ങൾ മൂലമാണ്. നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് വിശ്വാസവും ജാഗ്രതയും ആവശ്യമാണ്. പ്രത്യാശ പ്രാർത്ഥിക്കണമെന്നും വിഷമിക്കേണ്ടെന്നും പാദ്രെ പിയോ പറഞ്ഞു. പ്രാർത്ഥനയ്ക്കൊപ്പം വിവേകപൂർണമായ പ്രവർത്തനവും ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. നിങ്ങളുടെ വീട്ടിലെ ഈ ജപമാലകൾ വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നാണ് വരുന്നതെന്നും അവ ശരിയായി അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെന്നും പരിശോധിക്കുക.
ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീട്ടിൽ വിശദീകരിക്കാനാകാത്ത ആത്മീയ വെല്ലുവിളികൾ നേരിടുന്ന ഈ സുപ്രധാന സന്ദേശം കണ്ടെത്താൻ നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരെ സഹായിക്കും.